പക്ഷേ എൻ്റെ ഒരു യൂട്യൂബറായിട്ടുള്ള ഒരു സുഹൃത്ത് ഈ അടുത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് യൂട്യൂബറാണ്. അദ്ദേഹത്തിന് സിലിക്കൺ വാലിയിൽ ഒരു ചെറിയ കമ്പനിയുണ്ട് അമേരിക്കയിൽ. ഒരു സിനിമാ പ്രവർത്തകനാണ്. അദ്ദേഹം ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് എനിക്ക് വിവരങ്ങൾ തരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം വെച്ചാൽ, റോബിൻ, ഇനി വരാൻ പോകുന്നത് യൂട്യൂബിനെ ഒരു വിഷ്വൽ സെർച്ച് എഞ്ചിനായിട്ട് അവർ മാറ്റാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ക്രോമിലൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ തിരയും, അങ്ങനെ ഉണ്ടല്ലോ. ഗൂഗിളിൻ്റെ ക്രോമിലാണ് നമ്മൾ ഒരു വിഷയം തിരയുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു വിഷയം തിരയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വിഷ്വൽ സെർച്ച് എഞ്ചിനായിട്ട് ഇതിനെ മാറ്റാൻ പോവുകയാണ്. അതാണ് യൂട്യൂബിൻ്റെ അടുത്ത സ്റ്റെപ്പ് വരാൻ പോകുന്നത്. ഗൂഗിൾ അങ്ങനെ ചെയ്യാൻ പോവുകയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ അവർ നടത്തുന്നതിൻ്റെ ഒരു വഴി അവർ സ്വീകരിച്ചിട്ടുണ്ട്. ചവറുകളായിട്ടുള്ള കണ്ടന്റുകൾ യൂട്യൂബിൽ വന്നു നിറയുന്നത്. ഒരാൾ ചുമ്മാ വെറുതെ നേരം വെളുത്ത് എണീറ്റിട്ട് ഇന്നെന്താണ് ഭയങ്കര കാലാവസ്ഥ മാറ്റം ഉണ്ടല്ലോ, എന്താണ് ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ 2 സ്മോൾ അടിക്കാൻ പോകുന്നത് അടക്കമുള്ള മുഴുവൻ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ചർവണം കാര്യങ്ങളെല്ലാം ഇങ്ങനെ കൊണ്ടിടാനുള്ള ഒരു കുപ്പത്തെട്ട് പോലെ ഈ യൂട്യൂബിനെ മാറ്റിയിരുന്ന ആ പ്രവണത അവസാനിക്കും. ആ പ്രവണത യൂട്യൂബ് ഇപ്പം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതിന് പകരം അവരതിനെ ലൈക്കും വ്യൂസൊക്കെ വ്യൂസ് കുറപ്പിച്ചിട്ട് അതിനെ പതുക്കെ കുറയുമ്പോൾ ഇവിടെ കാമ്പുള്ള കണ്ടന്റുകൾ, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ, ടീച്ചിങ് സ്വഭാവമുള്ള കണ്ടന്റുകൾ, ഭാഷ പോലുള്ള ആളുകൾക്കൊക്കെ, പ്രഭാഷകർക്കൊക്കെ വലിയ സ്വാധീനം ഇനി യൂട്യൂബിലുണ്ട് കേട്ടോ. വരാൻ പോകുന്ന കാലത്ത് അങ്ങനെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.